ആ തീരുമാനം വരുന്നത് വരെ നമ്മളാരും ഇന്നയാൾ സ്ഥാനാർത്ഥികളാവും അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാവുന്നില്ല സ്വയം പ്രഖ്യാപനം നടത്തണ്ട എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം നമുക്കെല്ലാവരോടും പറയാനായിട്ടുള്ളത്. നമ്മൾ പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള സാഹചര്യങ്ങളെ കാത്തിരിക്കുക, അതിനുവേണ്ടി നിൽക്കുക. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇരിക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ ക്രീമായ ലീഡേഴ്സ് ഇരിക്കുന്നുണ്ട്. ആ ക്രീമായ ലീഡേഴ്സിന് മുന്നിൽ പറയാനുള്ളത്, ഈ വരുന്ന 4 മാസക്കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, വാർത്തകളുടെ കാലഘട്ടം, കമ്മ്യൂണിക്കേഷൻ വിസ്ഫോടനങ്ങളുടെ കാലഘട്ടം. മാധ്യമങ്ങൾ വരും, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ജോലിയാണത്, അവർക്ക് വാർത്തകൾ വേണം. അപ്പോൾ ആ വാർത്തകൾക്ക് വേണ്ടി അവർ വരുമ്പോൾ കൊടുക്കുന്ന വാർത്തകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 പാർട്ടികളുടെയും പരീക്ഷണശാലകളിൽ ഉരുത്തിരിയുന്ന, അവർക്ക് ജയിക്കാൻ വേണ്ടി, നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഏതോ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ പോകുന്നതായിരിക്കരുത്. 2, നമ്മുടെ ബൂത്തിലെ സാധാരണ പ്രവർത്തകൻ തല്ലും കുത്തും അടിയും കിട്ടിയിട്ട് നമ്മൾ ജയിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന പ്രവർത്തകൻ ചായക്കടയിൽ ഇരിക്കുമ്പോൾ അവൻ നിരാശപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതായിരിക്കരുത്.